വെൽക്കം ടു എജ്യൂപോർട്ട്. ദേ 6ാം ക്ലാസ്സിലെ എല്ലാ അടിപൊളി മിസ്സിന്റെ മക്കൾക്കും സ്വാഗതം. മിസ് ഇന്ന് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് എന്ത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണെന്ന് അറിയാവോ? നിങ്ങൾക്ക് എക്സാമിന് ക്രിസ്മസ് എക്സാമിന് ഇച്ചു ഓർ ബിനിയ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു ചോദ്യം പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ഏതാണെന്നല്ലേ നിങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നത്? നമ്മളില്ലേ ആ ചാപ്റ്ററിനകത്ത് 2, 3, 4 ടിപ്പണികൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനെ കുറിച്ചിട്ടായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മിസ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ക്രിസ്മസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ വേണ്ടിയിട്ട് നല്ല ചാൻസ് ഉള്ള ചോദ്യമാണത്. ഏതാണ് മിസ് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഏതായിരുന്നു? ദേ കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ. എന്തൊക്കെയാണ് ചിത്രം നോക്കിയേ. ആദ്യത്തത് എന്താണ്? മേം പേട് ഹൂം, ഞാൻ മരമാണ്. കണ്ടോ, മരം പറയുന്നത് കണ്ടോ? മേം പേട് ഹൂം, ഞാൻ മരമാണ്. അപ്പൊ മരത്തിനെ കുറിച്ചുള്ള ടിപ്പണി ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് എക്സാമിന് ചോദിക്കും കേട്ടോ. അടുത്തത് ഏതാണ്? മേം ചിടിയാ ഹൂം, ഞാൻ പക്ഷിയാണ്. പക്ഷിയും ചിലപ്പം ചോദിക്കും കേട്ടോ ടിപ്പണി എഴുതാൻ. അടുത്തത് ഏതാണ്? മേം നദി ഹൂം, ഞാൻ നദിയാണ്. ഈ മൂന്ന് പേരെ കുറിച്ചിട്ടുള്ള ടിപ്പണികളും നിങ്ങൾ പഠിച്ചു വെച്ചോ കേട്ടോ. ഏതെങ്കിലും ഒരെണ്ണം ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് എന്തായാലും ചോദിക്കും. 3 എണ്ണവും മിസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ജസ്റ്റ് ഒരു 10 മിനിറ്റിൽ നിങ്ങൾക്ക് 3 എണ്ണവും മിസ് ടിപ്പണി പറഞ്ഞു തരാം. റെഡി അല്ലേ? ആദ്യത്തെ നമുക്ക് നോക്കാം. ഏതാണ്? മേം പേട് ഹോം, എന്താണ്? മരമാണ്. മരത്തിനെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. മേം ആപ്കോ ഛായ ഓർ ഫൽ ബി ദേത്താ ഹൂം, എന്താണ്? മേം ആപ്കോ, അപ്പൊ മരം പറയാണ് ഞാൻ നിങ്ങൾക്ക്. മേം ആപ്കോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ. ആപ്കോ, ആപ്കോ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക്. ഞാൻ നിങ്ങൾക്ക് എന്ത് തരുന്നുണ്ട്? ചായ. ചായ എന്ന് പറഞ്ഞാൽ കുടിക്കുന്ന ചായയാണോ? അല്ല കേട്ടോ. ചായ എന്ന് പറഞ്ഞാൽ എന്താണ്? തണൽ. ഞാൻ നിങ്ങൾക്ക് തണലും പിന്നെ ഫൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫലങ്ങളൊക്കെ, ഫ്രൂട്ട്സ് ഒക്കെ തരുന്നുണ്ട്. ദേത്താ ഹൂം എന്ന് പറഞ്ഞാൽ എന്താണ്? നൽകുന്നു. അടുത്തത് എന്താ മരം പറയുന്നത്? മേം ലോഗോം കോ ഓക്സിജൻ ദേത്താ ഹൂം, അതാണ് മരം ഏറ്റവും ചെയ്യുന്ന ഒരു അടിപൊളി കാര്യം അല്ലെ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. എന്താണ് മരം തരുന്നത്? ഓക്സിജൻ അല്ലേ. നമുക്ക് ഓക്സിജൻ വേണ്ടേ ശ്വസിക്കാൻ വേണ്ടിയിട്ട്? മരങ്ങളൊക്കെ ഉള്ളതിനെ കൊണ്ടല്ലേ ഓക്സിജൻ നമുക്ക് ശ്വസിക്കാൻ വേണ്ടി പറ്റുന്നത്. മരങ്ങളാണ് തരുന്നത്. അപ്പൊ എന്താ പറഞ്ഞേ? മേം ലോഗോം ഖോ, ഞാൻ ജനങ്ങൾക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? ഓക്സിജൻ. ഇതെന്താ വായിക്കുന്നേ? ഓക്സിജൻ എന്നാണ് കേട്ടോ. ഞാൻ ജനങ്ങൾക്ക് ഓക്സിജൻ നൽകുന്നു. റെഡി അല്ലേ? അപ്പൊ എക്സാമിന് നിങ്ങളുടെ അടുത്ത് ടിപ്പണി ചോദിക്കാൻ ഇതേപോലെ 2 വരിയല്ല. ടിപ്പണി ചോദിക്കുമ്പോൾ നിങ്ങൾ 6 വരി 7 വരി ഒക്കെ എഴുതണം അല്ലെ. ഒരു കുറിപ്പാണ് എഴുതേണ്ടത് ടിപ്പണി. അപ്പൊ നിങ്ങൾക്ക് കുറിപ്പായിട്ട് മിസ് പറഞ്ഞു തരാം. റെഡി അല്ലേ? മരത്തിനെ കുറിച്ചിട്ടാണ് കേട്ടോ പറയാൻ പോകുന്നത്. ഇതാ റെഡി. മരത്തിനെ കുറിച്ചിട്ടുള്ള ടിപ്പണിയാണ് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത്. റെഡി അല്ലേ? നോക്കിയോ. യെസ്. എന്താണിത്? റെഡി. അപ്പൊ ടിപ്പണി എഴുതുമ്പോൾ നിങ്ങൾ ആദ്യം എന്ത് കൊടുക്കണം? ഒരു ഹെഡിങ് കൊടുക്കണം കേട്ടോ. എന്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ ടിപ്പണി തയ്യാറാക്കുന്നത്? പേടല്ലേ, മരത്തിനെ കുറിച്ചിട്ടല്ലേ. അപ്പൊ മിസ് ദേ ഇവിടെ പേട് എന്ന് നിങ്ങൾക്ക് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ? പേട്. ഇനി ഓരോന്ന് നോക്കിക്കോ എന്തൊക്കെയാന്ന്. മേം ഏക് പേട് ഹൂം, മരം എന്താ പറയുന്നത്? മേം ഏക് പേട് ഹൂം, ഞാനൊരു മരമാണ് അല്ലേ. ഞാൻ ഒരു മരമാണ് അല്ലേ. അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നേ? മേം ലോഗോം കോ ഓക്സിജൻ ദേത്താ ഹൂം, നേരത്തെ മിസ് പറഞ്ഞു തന്നില്ലേ ഞാൻ ജനങ്ങൾക്ക് ഓക്സിജൻ നൽകുന്നു. ഇതെന്താ വായിക്കാ? ഓക്സിജൻ ആണ് കേട്ടോ. ഓക്സിജൻ അല്ലേ. ഓക്സിജൻ നൽകുന്നു. അടുത്തതോ? ജിസ്കെ ബിനാ കോയി ബി ജീവിത് നഹീ രഹ് സക്താ, എന്താണ്? ഇതിനെ കൂടാതെ ഒരാൾക്കും ജീവിക്കാൻ വേണ്ടി പറ്റില്ല. എന്തിനെ കൂടാതെ? ഓക്സിജൻ ആണ് കേട്ടോ. മരം ഉണ്ടെങ്കിലല്ലേ ഓക്സിജൻ ഉണ്ടാവുകയുള്ളൂ. ഓക്സിജൻ ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാ ശ്വസിക്കുന്നേ? നമുക്ക് എങ്ങനെയാ ജീവിക്കാൻ പറ്റുന്നേ? അതാണ് പറഞ്ഞിരിക്കുന്നേ. ജിസ്കെ ബിന എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനെ കൂടാതെ. ജിസ്കെ ബിന എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനെ കൂടാതെ. എന്തിനെ കൂടാതെ? ഓക്സിജനെ കൂടാതെ കേട്ടോ. ജിസ്കെ ബിന കോയി ബി ജീവിത് നഹീ രഹ് സക്താ എന്ന് പറഞ്ഞാൽ എന്താണ്? കോയി ബി എന്ന് പറഞ്ഞാല് ആർക്കും എന്തിന് സാധിക്കില്ല? ജീവിക്കാൻ സാധിക്കില്ല. അടുത്തതോ? മേം ലോഗോം കോ ഛായ ഓർ ഫൽ ബി ദേത്താ ഹൂം, നേരത്തെ മിസ് പറഞ്ഞു തന്നു. എന്താണ്? ഞാൻ ജനങ്ങൾക്ക് ഛായ ഓർ ഫൽ, തണലും ഫലങ്ങളും എല്ലാം ദേത്താ ഹൂം, നൽകുന്നു എന്നാ പറഞ്ഞിരിക്കുന്നേ. അടുത്തത് എന്താ മരം പറയുന്നേ? നോക്കിയേ.
മേരെ ഊപ്പർ കൈ പക്ഷി അപ്നാ ഘർ ബനാത്തെ ഹേ. എന്റെ മുകളിൽ ഒരുപാട് പക്ഷികള് അവരുടെ കൂടുകൾ ഉണ്ടാക്കുന്നു അല്ലേ? മരത്തിന്റെ മേലെ പക്ഷികൾ കൂടുണ്ടാക്കില്ലേ? അതാണ് മരം പറയുന്നത്. മേരെ ഊപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ മുകളിൽ അല്ലേ? മരത്തിന്റെ മുകളിൽ എന്ത് കൈ പക്ഷികള് അപ്നാ ഘർ ബനാത്തെ ഹേ. എന്താണ്? വീട്, അവരുടെ വീട് ഉണ്ടാക്കാറില്ലേ മരത്തിന്റെ മേലെ കിളികളും പക്ഷികളും എല്ലാം? പിന്നെന്താ പറഞ്ഞിരിക്കുന്നേ നോക്കിയോ. मैं मिट्टी को खड़ाव से बचाता हूँ और बारिश लाने में भी मदद करता हूँ. പിന്നെ എന്താ മരം ചെയ്യുന്നത്? ഞാൻ മിട്ടിക്കോ ഖഡാവ് സേ ബജാത്താ ഹൂം എന്ന് പറഞ്ഞാൽ എന്താണ്? മണ്ണൊലിപ്പ് സംരക്ഷിക്കുന്നു അല്ലെ? മരങ്ങൾ വെച്ച് പിടിപ്പിച്ച എന്താണ്? മണ്ണൊന്നും നഷ്ടപ്പെടൂല. അപ്പൊ പറയാണ് മിട്ടിക്കോ ഖഡാവ് സേ ബജാത്തു എന്ന് പറഞ്ഞാൽ എന്താണ്? മിട്ടി എന്ന് പറഞ്ഞാൽ മണ്ണാണ്. മിട്ടിക്കോ ഖഡാവ് എന്ന് പറഞ്ഞാല് മണ്ണൊലിപ്പ് സംരക്ഷിക്കുന്നു അല്ലെ? മണ്ണിനെ ഞാൻ സംരക്ഷിക്കുന്നുണ്ട്. പിന്നെ ഓർ ബാരിഷ് ലാനെ മേ ബി മദദ് കർത്താ ഹൂം. മഴയും ഞാൻ പെയ്യിപ്പിക്കുന്നുണ്ട് അല്ലെ? മരങ്ങൾ ഉള്ളതിനെ കൊണ്ടല്ലേ മഴ പെയ്യുന്നത്. അപ്പൊ പറയാണ് ഞാൻ മഴയും പെയ്യിപ്പിക്കുന്നുണ്ട്. ബാരിഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? മഴ പെയ്യിപ്പിക്കാൻ മദദ് കർത്താ ഹൂം. മദദ് എന്ന് പറഞ്ഞാൽ എന്താണ്? സഹായിക്കുന്നു. മഴ പെയ്യിപ്പിക്കാനും ഞാൻ സഹായിക്കുന്നുണ്ട്. പിന്നെന്താ മരം പറയുന്നേ? ലേക്കിൻ ലോഗ് മുझे കാട്ടെ ഹേ. പക്ഷേ ജനങ്ങൾ എന്നെ മുറിച്ചു കളയുന്നു, വെട്ടിമാറ്റുന്നു. കാട്ടെ എന്ന് പറഞ്ഞാൽ എന്താണ്? വെട്ടുക അല്ലേ? ഞാൻ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ജനങ്ങൾ എന്നെ വെട്ടി വീഴ്ത്തുകയാണ് ചെയ്യുന്നത്. ജിസ്സേ പര്യാവരൺ കോ നുക്സാൻ ഹോത്താ ഹേ. ഇതെന്താണ്? പരിസ്ഥിതിക്ക് എന്താണ്? ദോഷമാണ്. പര്യാവരൺ എന്ന് പറഞ്ഞാൽ എന്താണ്? പരിസ്ഥിതി. ഇതെന്താണ്? പരിസ്ഥിതിക്ക് നുക്സാൻ എന്ന് പറഞ്ഞാൽ ദോഷമാണ്. പിന്നെയോ മേം ചാഹത്താ ഹൂ കി ലോഗ് മുझे ബച്ചായേം ഓർ അധിക് സേ അധിക് പേഡ് ലഗായേം. എന്താണ്? ആളുകൾ എന്നെ സംരക്ഷിക്കണമെന്നും കൂടുതൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കണമെന്നുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് ആര് പറയുന്നത്? മരം പറയുന്നത്. ചാഹ്ത എന്ന് പറഞ്ഞാൽ എന്താണ്? ആഗ്രഹിക്കുക. എന്താണ് ആഗ്രഹിക്കുന്നത്? മുझे ബച്ചായേം എന്ന് പറഞ്ഞാൽ എന്താണ്? സംരക്ഷിക്കുക അല്ലെ? എന്നെ സംരക്ഷിക്കണമെന്നും അധിക് സേ അധിക് ഒരുപാട് അധികമായിട്ട് മരങ്ങള് പേഡ് ലഗായേം എന്ന് പറഞ്ഞാൽ എന്താണ്? മരം നടണം അല്ലെ? മരങ്ങൾ നടണം എന്നുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് മരം പറഞ്ഞത്. റെഡി അല്ലേ? ഇതാണ് മരത്തിനെ കുറിച്ചിട്ടുള്ള ടിപ്പണി. ഇനി അടുത്തത് ഏതായിരുന്നു? ചിടിയ, പക്ഷിയാണ്. പക്ഷിയെ കുറിച്ചിട്ടുള്ള ടിപ്പണി നമ്മൾ നോക്കുകയല്ലേ? ഏത് വേണമെങ്കിലും എക്സാമിന് ചോദിക്കും കേട്ടോ. അടുത്ത നോക്കിയോ, പക്ഷിയെ കുറിച്ചിട്ടുള്ള ടിപ്പണിയാണ് മിസ് പറഞ്ഞുതരാൻ പോകുന്നത്. യെസ്, എന്ത് ഹെഡിങ് കൊടുക്കണം? ചിടിയ, പക്ഷി എന്ന് ഹെഡിങ് കൊടുക്കണം. ദേ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തതോ മേം ഏക് ചോട്ടി ചിടിയ ഹൂം. ഞാനൊരു ചെറിയ പക്ഷിയാണ്. ചോട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ. ഇനി നിങ്ങൾക്ക് വലിയ പക്ഷിയാണ്, വലിയ പക്ഷിനെ കുറിച്ചിട്ടാണ് നിങ്ങൾ ടിപ്പണി എഴുതണമെങ്കിൽ നിങ്ങൾ എന്ത് കൊടുക്കണം? ചോട്ടി എന്നുള്ളതിന് പകരം എന്ത് കൊടുക്കണം? നിങ്ങള് ബഡാ, एक बड़ा चिड़िया എന്ന് കൊടുക്കണം. റെഡി അല്ലേ? അടുത്തത് मैं सुबह जल्दी उठकर चहचहाती हूँ और लोगों को जागती हूँ. എന്താ പറഞ്ഞിരിക്കുന്നേ? ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട്, സുബഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? രാവിലെ. ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യാറുണ്ട്? ചഹചഹാത്തി, ചിലയ്ക്കും അല്ലെ? കിളികൾ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കില്ലേ? അത് ഞാൻ എന്ത് പറയുന്നത്? ചഹചഹാത്തി എന്ന് പറയുന്നത്. രാവിലെ ഉടുക്കർ, എഴുന്നേറ്റ്. ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ദേ ഈ സൗണ്ട് ഉണ്ടാക്കും. ചഹചഹാത്തി എന്താണ്? സൗണ്ട് ആണ്. സൗണ്ട് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും? ലോകോം കോ ജഗ്തി ഹൂം. എന്താണ്? ആളുകളെ ഞാൻ ഉണർത്തും എന്നാണ് പറഞ്ഞത്. ഓക്കേ, റെഡി അല്ലേ? പക്ഷികൾ അങ്ങനെയല്ലേ ചെയ്യുന്നത്? അടുത്ത നോക്കിയേ, മേം ആസ്മാൻ മേ ഉഡ്തി ഹൂം ഓർ മേരെ കോയി ഘർ നഹി ഹോത്താ. പിന്നെന്താ പറഞ്ഞിരിക്കുന്നേ? ഞാൻ ആകാശത്തിൽ ഇങ്ങനെ പറക്കുകയാണ് ചെയ്യുന്നത്, എനിക്കൊരു വീടൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. ഉഡ്തി എന്ന് പറഞ്ഞാൽ എന്താണ്? പറക്കുക. എവിടെയാണ് പറക്കുന്നത്? ആസ്മാൻ, ആകാശത്തിൽ അല്ലെ? ഞാൻ ആകാശത്തിലാണ് പറക്കുന്നത്. മേരെ കോയി ഘർ നഹീം. എന്താണ്? ഘർ നഹീം, വീടില്ല എനിക്ക്. പിന്നെയോ
मैं पेड़ों पर अपना घोंसला बनाती हूँ. ഞാൻ മരത്തിന്റെ മേലെ കൂടുണ്ടാക്കാറുണ്ട് അല്ലേ? ഘോസല എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടാണ്. കൂടുണ്ടാക്കുന്നു. എവിടെയാണ്? പേടോം പർ, മരത്തിൽ. മരത്തിന്റെ മുകളിൽ ഞാൻ കൂടുണ്ടാക്കുന്നുണ്ട്. പിന്നെയോ മേം ഫൽ ഓർ അനാജ് ഗാത്തി ഹൂം. എന്താണ്? ഞാൻ എന്താണ് കഴിക്കുന്നത്? പഴങ്ങളും ധാന്യങ്ങളുമാണ് കഴിക്കുന്നത്. ഫൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പഴമാണ്. അനാജ് എന്ന് പറഞ്ഞാൽ ധാന്യമാണ്. ഞാൻ പഴങ്ങളും ധാന്യങ്ങളുമാണ് ഗാത്തിഹും എന്താണ്? കഴിക്കുക. അടുത്തത് എന്താ പറയുന്നേ? അടുത്തത് പക്ഷി എന്താ പറയുന്നേ? मैं बहुत खुश रहती हूँ लेकिन मुझे डर लगता है कि कहीं कोई मुझे पकड़ न ले. എന്താണ്? ഞാൻ നല്ല സന്തോഷത്തിലാണ് നിൽക്കുന്നത് അല്ലേ? ജീവിക്കുന്നത്. ഖുഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുഷി എന്നൊക്കെ പറഞ്ഞാൽ സന്തോഷം. ഞാൻ നല്ല സന്തോഷത്തിലാണ്. ലേക്കിൻ പക്ഷേ എന്താണ് ഒരു വിഷമം പറയുന്നത് പക്ഷി? പക്ഷേ മുझे डर लगता है. എന്താണ്? എനിക്ക് എനിക്ക് പേടിയാണ്. എന്ത്? കഹി കോയി മുझे പക്കഡ് ന ലേ. എന്നെ ആരെങ്കിലും പിടിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട്. പക്കഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പിടിക്കുക അല്ലെ? നമ്മൾ പക്ഷികളൊക്കെ പിടിക്കാറില്ലേ? കൂട്ടിലിടൂലേ? തത്തേനെയും മയിലിനെയും ഒക്കെ പിടിച്ചിട്ട്. അതാണ് പറയുന്നത്. എനിക്ക് നല്ല സന്തോഷത്തിലാണ് ഞാൻ. പക്ഷെ എന്നെ ആരെയും പിടിച്ചിട്ട് കൂട്ടിലിടുമോ എന്ന് എനിക്ക് പേടിയുണ്ട്. അടുത്തതോ मैं चाहती हूँ कि लोग मुझे प्यार करें और मेरे ധ്യാൻ രഖേ. ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത്? മരവും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എന്നെ വെട്ടരുത് എന്ന്. അതേപോലെ നമ്മുടെ പക്ഷി എന്താണ് ആഗ്രഹിക്കുന്നത്? ചാത്തി എന്ന് പറഞ്ഞാല് ആഗ്രഹിക്കുക. എന്താണ് ആഗ്രഹിക്കുന്നത്? ലോക മുझे प्यार करें और मेरे ധ്യാൻ രഖേ. എന്താണ്? ജനങ്ങൾ എന്നെ സ്നേഹിക്കണമെന്നും അല്ലെ? ആൾക്കാർ എന്നെ സ്നേഹിക്കണമെന്നും സംരക്ഷിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്യാർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്നേഹിക്കണം, സ്നേഹിക്കുക. ഓർ ധ്യാൻ രഖേ എന്ന് പറഞ്ഞാൽ എന്താണ്? സംരക്ഷിക്കുക. ഓക്കെ, സെറ്റ് അല്ലേ? പക്ഷി ചിടിയാനെ കുറിച്ചിട്ടുള്ള ടിപ്പണിയും മിസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നേ. ഇനി അടുത്തത് ഏതാണ്? ഒരാളോട് ഉണ്ടായിരുന്നല്ലോ. അതെ, മൂന്നാമത്തെ ടിപ്പണി ആരെ കുറിച്ചിട്ടാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്? നദിയാണ്. കണ്ടോ? മേം നദി ഹൂം. നദി എന്താ പറയുന്നത്? മേം പഹാഡോം സെ നികലി है और सागर तक जाती है. മേം ലോകോം കോ പീന കാ പാനി ദേത്തി ഹും. എന്താ പറഞ്ഞിരിക്കുന്നേ? മേം പഹാഡ് സെ നികലി ഹേ. പഹാഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പർവ്വതമാണ്. ഞാന് പർവ്വതത്തിന്റെ മേലെ നിന്ന് ആരംഭിക്കുന്നു. ഓക്കെ, നികലി എന്ന് പറഞ്ഞാൽ എന്താണ്? ആരംഭിക്കുക. ഞാൻ പർവ്വതത്തിന്റെ മേലെ നിന്ന് ആരംഭിച്ചിട്ട് സാഗർ എന്താണ്? കടല് അല്ലേ? കടൽ വരെ എത്തുന്നു അല്ലേ? പർവ്വതത്തിന്റെ മേലെ നിന്നാണ് ചിത്രം നോക്കിയേ. ഒരുപാട് ഉയരത്തിന്റെ മേലെ, പർവ്വതത്തിന്റെ മേലെ നിന്നാണ് ഇങ്ങനെ വെള്ളം ഒഴുകി നദി വന്നിട്ട് എവിടെ എത്തും? ലാസ്റ്റ് ഒരു കടൽ, സാഗറിലാണ് എത്തുന്നത്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നേ? മേം ലോകോം കോ പീന കാ പാനി ദേത്തി ഹൂം. ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പീന എന്ന് പറഞ്ഞാൽ എന്താണ്? കുടിക്കാൻ എന്ത് നൽകാറുണ്ട്? പാനി ദേത്തി ഹൂം. വെള്ളം നൽകുന്നു. പാനി എന്ന് പറഞ്ഞാൽ വെള്ളമാണ്. മിസ്സിന് മക്കൾക്ക് അറിയാലോ. പാനി എന്ന് പറഞ്ഞാൽ വെള്ളം അല്ലേ? വെള്ളം ഞാൻ കുടിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾക്ക് നൽകുന്നുണ്ട്. ഇനി നമുക്ക് നോക്കിയാലോ. ടിപ്പണി എഴുതണ്ടേ? നമ്മള് 2 വരിയല്ലല്ലോ ടിപ്പണി എഴുതേണ്ടത്. നദിയെ കുറിച്ചിട്ടുള്ള ടിപ്പണിയാണ് മിസ് പറഞ്ഞുതരാൻ പോകുന്നത്. ഹെഡിങ് കൊടുക്കണം. ആദ്യം നദി എന്ന് കൊടുക്കണം. ടിപ്പണി എഴുതുമ്പോ എപ്പോഴും നിങ്ങൾ ഹെഡിങ് കൊടുക്കണം കേട്ടോ. ഇനി എന്താണ് നദി പറയുന്നത്? മേം ഏക് നദി ഹൂം. ഞാനൊരു നദിയാണ്. മേം പഹാഡോം സെ നികൽത്തി ഹൂ ഓർ സാഗർ തക് ജാത്തി ഹൂ. ഞാൻ പർവ്വതത്തിന്റെ മേലെ നിന്ന് തുടങ്ങിയിട്ട് സാഗർ വരെ എത്തുന്നു, കടൽ വരെ എത്തുന്നു. സാഗർ എന്താണ്? കടൽ. തക്ക് വരെ, കടൽ വരെ. എവിടുന്ന് തുടങ്ങിയിട്ട്? പർവ്വതം അല്ലേ? ഞാൻ പർവ്വതം മുതൽ കടൽ വരെ ഇങ്ങനെ ഒഴുകി എത്തുന്നുണ്ട്. പിന്നെന്താ പറഞ്ഞേ? മേം രാസ്തേ മേം കൈ ഗാവ് ഓർ ഷെഹറോം സെ ഹോക്കർ ഗുസർത്തി ഹൂം. ഞാൻ എന്താ ചെയ്യുന്നടാ? വഴിയിൽ ഒരുപാട് ഗ്രാമങ്ങളിലൂടെയും പട്ടണങ്ങളിലൂടെയും ഒക്കെ ഞാൻ ഇങ്ങനെ ഒഴുകിയിട്ട് കടന്നു പോകുന്നുണ്ട് എന്നാ പറയുന്നത്. രാസ്തേ എന്ന് പറഞ്ഞാൽ എന്താണ്? വഴിയിൽ എന്തൊക്കെയുണ്ട്? കൈ ഗാവ് എന്ന് പറഞ്ഞാൽ ഗ്രാമം, ഷഹർ എന്ന് പറഞ്ഞാൽ പട്ടണത്തിലൂടെയും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? കടന്നു പോകുന്നുണ്ട്. ഗുസർത്തി എന്ന് പറഞ്ഞാല്
കടന്നു പോകുന്നു. അടുത്തതോ മേം ലോഗോം കോ പീനെ കാ പാനി ദേത്തി ഹൂം, ഞാൻ ജനങ്ങൾക്ക് കുടിക്കാൻ വെള്ളം നൽകുന്നു. ഓർ ഗേത്തോം കി സിഞ്ചായി മേ മദദ് കർത്തി ഹൂം, പിന്നെന്താ ചെയ്യുന്നത്, വയലുകളിൽ ഞാൻ ജലസേചനം അല്ലെ ജലസേചനം നടത്താറുണ്ട്. ഗേത്ത് എന്ന് പറഞ്ഞാൽ വയലാണ്. വയലിൽ എന്ത് ചെയ്യുന്നുണ്ട്, സിഞ്ചായി മദദ് കർത്തി ഹൂം എന്ന് പറഞ്ഞാൽ ജലസേചനം നടത്താൻ സഹായിക്കുന്നു. ഓക്കേ, അടുത്തത് पानी से बिजली भी बनती है लेकिन लोग मुझे गंदा करते हैं जिससे मेरा पानी खराब हो जाता है. मैं चाहती हूँ कि लोग मुझे साफ रखे ताकि मैं हमेशा बहती रहूं. എന്താ പറഞ്ഞേ, ലേക്കിൻ ലോഗ് മുജെ ഖദ്ദ കർത്തേ ഹേം, എന്താണ് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ടടാ, മുജെ ഖദ്ദ കർത്തേ ഹേം, എന്നെ മലിനമാക്കുന്നുണ്ട്. ഗന്ധ എന്ന് പറഞ്ഞാൽ എന്താണ്, മലിനമാക്കുന്നു. ഓക്കെ, ആളുകൾ പക്ഷെ എന്നെ മലിനമാക്കുന്നുണ്ട്. ജിസസേ മേരാ പാനി ഖരാബ് ഹോ ജാത്താ ഹേ, അതിനെ കൊണ്ട് എന്താണ്, എന്റെ വെള്ളം ഖരാബാവുന്നു, മലിനമാകുന്നു. ഓക്കെ, ഖരാബ് എന്ന് പറഞ്ഞാൽ മലിനമാകുന്നുണ്ട് ആൾക്കാരെ അങ്ങനെ ചെയ്യുന്നതിനെ കൊണ്ട്. മേൻ ചാത്തി ഹോ, ഞാൻ ആഗ്രഹിക്കുന്നു. നദി എന്താണ് ആഗ്രഹിക്കുന്നത്, ചാത്തി എന്ന് പറഞ്ഞാൽ എന്താണ്, ആഗ്രഹിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു കേട്ടോ, ആഗ്രഹിക്കുക. എന്താണ് ആഗ്രഹിക്കുന്നത്, ലോഗ് മുജെ സാഫ് രഖേ, സാഫ് രഖേ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്നെ വൃത്തിയാക്കി സൂക്ഷിക്കണം ജനങ്ങൾ എന്നും. താക്കി മേം ഹമേഷ ബഹത്തി ഹൂം, എന്താണ് ആഗ്രഹിക്കുന്നത്, ആൾക്കാർ എന്നെ വൃത്തിയായി സൂക്ഷിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ആര് പറയുന്നത്, നദി പറയുന്നത്. റെഡിയല്ലേ, സെറ്റല്ലേ? ഓക്കെ, ഈ 3 ടിപ്പണി നിങ്ങൾ നന്നാക്കി പഠിച്ചു വെക്കണം കേട്ടോ. മിസ്സിന്റെ മക്കൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചു വെക്കണം. ഏതെങ്കിലും ഒരു ടിപ്പണി, ചിലപ്പോൾ മരത്തിന്റെ ടിപ്പണി ആയിരിക്കും, അല്ലെങ്കിൽ പക്ഷി ആയിരിക്കും, അല്ലെങ്കിൽ നദി ആയിരിക്കും. അപ്പൊ 3 എണ്ണവും നന്നാക്കി നിങ്ങൾ പഠിച്ചു വെക്കണം. സെറ്റല്ലേ, റെഡിയല്ലേ? ഇതേ ഈ 3 എണ്ണവും മിസ്സിന്റെ മക്കൾ നന്നാക്കി പഠിച്ചു വെക്കാം. റെഡി ആണല്ലോ, സെറ്റല്ലേ? എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കണം കേട്ടോ. അടിപൊളിയായിട്ട് എല്ലാവരും പഠിക്കാൻ വേണ്ടി തുടങ്ങിക്കോ. എക്സാം ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. യെസ് മക്കളെ, താങ്ക് യു.